പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയ ഡയറിക്കുറിപ്പ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനിയിൽ പുറത്താവുകയും അങ്ങനെ ജർമ്മനിയിലെ ഒരു പത്രം ദിവസങ്ങളോളം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ പിൽക്കാലത്ത് ഫ്രഞ്ച് പത്രവും പാകിസ്ഥാനിലെ ഉറുദു പത്രവും അങ്ങനെ ലോകത്ത് മുഴുവനും അവരുടെ ചാരപ്രവർത്തനത്തിന്റെ രീതിയും സ്വഭാവവും വിശകലനം ചെയ്യപ്പെട്ടു. ഇന്ന് ലോകത്ത് ഏകദേശ ഭാഷകളിലും ആ ഡയറിക്കുറിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലുമുണ്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്ന പേരുള്ള ഈ പുസ്തകം. പ്രിയപ്പെട്ടവരെ, ഈ ഹംഫർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ആദ്യമായി ചെയ്തത്? അദ്ദേഹം ഒരു മുത്തഅല്ലിമിന്റെ വേഷം ധരിച്ചുകൊണ്ട് അന്നത്തെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായ ഇസ്താംബൂളിലേക്കാണ് വന്നത്. ഷെയ്ഖ് മുഹമ്മദ് അഫന്ദി റഹിമഹുല്ലാ എന്ന വലിയ ഒരു പണ്ഡിതന്റെ ദർസിൽ ഒരു മുത്തഅല്ലിമിന്റെ വേഷത്തിൽ അദ്ദേഹം കടന്നുകൂടി. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് വിശദമായ അയാൾ പഠിക്കുകയാണ്. പഠിച്ചതിനു ശേഷം ഇനി അദ്ദേഹത്തിന് ചെയ്യാനുള്ള സേവനം എന്താണെന്ന് ബ്രിട്ടീഷ് സർക്കാർ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് അദ്ദേഹം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ഇറാഖിലെ ബസറയിലേക്കാണ് രണ്ടാമത് നീങ്ങുന്നത്. ബസറയിൽ അന്ന് ധാരാളം പണ്ഡിതന്മാർ ദർസ് നടത്തുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ അദ്ദേഹം എത്തുകയും ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ജോലിക്കാരനായ അദ്ദേഹം നിലയുറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെയുള്ള പണ്ഡിതന്മാരുമായി സൗഹൃദത്തിലേർപ്പെട്ട് പണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കൈമാറിയ ആശയങ്ങളെ മുസ്ലിം സമൂഹത്തിലേക്ക് കടത്തിവിടുക എന്ന ലക്ഷ്യമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ കഴിയുന്നു 1703 അല്ലാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്ത ഈ സമുദായത്തിൽ ഫിത്ന വരാൻ പോകുന്നു എന്നവർക്ക് ദീർഘദർശനം നൽകിയ നജിദിൽ ഒരു വ്യക്തി ജനിക്കുന്നു. അതാരാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇത് കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തി പറയുന്നത് കാണുക. വഹാബി പ്രസ്ഥാനം എന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാരയേതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജിദിൽ ഭൂജാതനായി. അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെടുത്തി അറിയിച്ച ആ നാടാണ് നജിദ്. അവിടെയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ആദ്യം പ്രാഥമികമായ അറിവ് സ്വന്തം പിതാവിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കി. അങ്ങനെ ഹജ്ജ് നിർവഹിച്ച് ഉപരിപഠനത്തിന് ഇറാഖിലെ ബസറയില് പ്രസിദ്ധമായ പള്ളിയിൽ വന്ന കാലഘട്ടത്തിലാണ് ഹംഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ആ പള്ളിയുടെ ചാരത്തുള്ള ഒരു കടയിൽ സെയിൽസ്മാനായി ജോലി ആരംഭിക്കുന്നത്. അങ്ങനെ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി അടുക്കുകയും സൗഹൃദത്തിൽ ഏർപ്പെടുകയും ചെയ്ത സംഭവങ്ങളെല്ലാം ഹംഫർ തന്റെ ഡയറിക്കുറിപ്പിൽ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയത് കാണാം. അദ്ദേഹം അതാ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അബ്ദുല്ലാഹിയുടെ കടയിൽ ജോലി ചെയ്യവേ ഒരു പുതിയ വ്യക്തിയുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായി. അവിടെ പതിവായി വരാറുണ്ടായിരുന്ന ആ വ്യക്തി തുർക്കി, പേർഷ്യൻ, അറബി ഭാഷകൾ നന്നായി സംസാരിക്കുമായിരുന്നു. യുവാവായിരുന്ന അദ്ദേഹം വിദ്യാർത്ഥികളുടെ വേഷമായിരുന്നു ധരിക്കാർ പതിവ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നു പേരായ അദ്ദേഹം ഉയർന്ന് പറക്കാൻ ആഗ്രഹിക്കുന്നവനും സ്ഥാനമോഹിയും മുൻകോപ്പിയുമാണെന്ന് പരിചയത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്നെ പറയാം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു എന്ന് അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഷിയ സുന്നി വിഭാഗീയതയിലൊന്നും അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. എന്നാൽ തദ്ദേശീയരായ സുന്നി പണ്ഡിതന്മാർ ഷിയാക്കളെ എതിർക്കുകയും ചിലർ ഷിയാ വിഭാഗങ്ങളെ അമുസ്ലിങ്ങളായി ഗണിക്കുക പോലും ചെയ്തിരുന്നു. ഇബ്നുൽ വഹാബിന്റെ വീക്ഷണത്തിൽ ഹനഫി, ഷാഫിഈ, ഹംബലി, മാലിക്കി എന്നീ കർമ്മമാർഗങ്ങൾ, മദ്ഹബുകൾ അത്ര സ്വീകാര്യമായിരുന്നില്ല. ദൈവം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ നമുക്ക് എമ്പാടും മതിയെന്ന് അദ്ദേഹം കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പം ഹംഫറിന് തോന്നി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചരക്ക് ഇത് തന്നെയാണ്. അങ്ങനെ ഹംഫർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചതും ബ്രിട്ടീഷുകാർ നിർദ്ദേശിച്ചു കൊടുത്തതുമായ പദ്ധതികളെ സംബന്ധിച്ച് ഇതേ പുസ്തകത്തിൽ ഹംഫർ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒന്നാമതായി
മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന ജൂതന്മാർ, ക്രിസ്ത്യാനികൾ തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുക, മുസ്ലിംകൾക്കെതിരെ മറ്റെല്ലാ മതക്കാരെയും അണിനിരത്തുക. ബ്രിട്ടീഷുകാർ മുസ്ലിം സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത പദ്ധതികളെ സംബന്ധിച്ച് ഹംഫർ പറയുകയാണ്. രണ്ടാമത്, പലിശ ഇസ്ലാം കർശനമായി നിരോധിച്ചതാണെങ്കിലും പലിശ സമ്പ്രദായം സർവത്ര വ്യാപിപ്പിച്ച് സാമ്പത്തിക ചൂഷണം നടത്തുക. ഇതൊക്കെ ഇന്ന് നടക്കുന്നതാ. 3, മുസ്ലിം മതപണ്ഡിതന്മാരോട് പൊതുജനങ്ങൾക്കുള്ള ബഹുമാന സ്നേഹങ്ങൾ കുറച്ചു കളയാൻ ബ്രിട്ടീഷ് ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ മുഖ്യ പ്രശ്നമായി കാണേണ്ടതാണ്. ഇതിന് 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർക്കെതിരെ ആരോപണങ്ങൾ അയച്ചുവിടുക. അധിനിവേശ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ചിലർ സ്വയം ഇസ്ലാമത പണ്ഡിതന്മാരായി വേഷം കെട്ടുക. അവരെ അൽ അസ്ഹർ, നജഫ്, കർബല, ഇസ്താംബൂൾ തുടങ്ങിയ പ്രധാന പട്ടണങ്ങളിലെ കലാലയങ്ങളിലും അധ്യാപകരും ജീവനക്കാരുമായി നിയമിക്കുക. പണ്ഡിതന്മാരുടെ ബഹുമാനം ഇടിച്ചു താഴ്ത്താൻ ആവശ്യമായ നടപടികൾ ഇവർ സ്വീകരിക്കുക. അങ്ങനെ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന അവസ്ഥ ഇല്ലാതെയാക്കിയാൽ ഏതൊരാളെയും വഴിതെറ്റിപ്പിക്കാൻ കഴിയുമെന്നവർ കണക്കുകൂട്ടുകയാണ്. പിന്നെ പറയുന്നു, സ്ത്രീകളുടെ പർദ്ദ സമ്പ്രദായം നിരുത്സാഹപ്പെടുത്തുക. ഇത് വളരെ പ്രധാനമാണ്. പർദ്ദ സ്വീകരിക്കേണ്ടതില്ലെന്ന് വരുത്താൻ നമുക്ക് ചരിത്രത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്ത്രീകളുടെ പർദ്ദാ സമ്പ്രദായം അബ്ബാസിയ ഖലീഫമാർ നടപ്പിലാക്കിയതാണ്. ഇത് ഇസ്ലാമിന്റെ അനുഷ്ഠാനത്തിൽ ഉൾപ്പെട്ടതല്ല. ജനങ്ങൾ പ്രവാചക പത്നിമാരെ പർദ്ദയില്ലാതെ കാണാറുണ്ടായിരുന്നു തുടങ്ങിയ പ്രചരണങ്ങളിലൂടെ പർദ്ദ സമ്പ്രദായം എടുത്തുമാറ്റി സ്ത്രീകളെ സ്വതന്ത്രരാക്കുക. പിന്നെ കൊടുത്ത നിർദ്ദേശം എന്താ? നമുക്ക് ഏറ്റവും പ്രയാസമുളവാക്കുന്ന പ്രശ്നം മുസ്ലിംകൾ പൂർവകാല മഹാന്മാരുടെ ദർഗകൾ സജീവമായി സന്ദർശിച്ചു വരുന്നതാണ്. അതിനാൽ ഖബർ സന്ദർശനം, അവർക്ക് പ്രാധാന്യം കൽപ്പിക്കൽ മുതലായവ അനാചാരമാണെന്നും മതത്തിലില്ലാത്തതാണെന്നും പ്രചരിപ്പിക്കേണ്ടതാണ്. ക്രമേണ ഇത്തരം ഖബറുകളെ അഥവാ മുസ്ലിം സംഘടിത കേന്ദ്രങ്ങളെ പൊളിച്ചു കളയാൻ നാം ശ്രമിക്കണം. ഇതിന് ഏറ്റവും നല്ല ഉപായം ഇത്തരം കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യലാകുന്നു. ഈ രംഗത്ത് ചരിത്രം മാറ്റിയെഴുതാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണത്തിന്, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് മസ്ജിദുൻ നബവിയിൽ അല്ലെന്നും തന്റെ മാതാവിന്റെ ഖബറിനടുത്താണെന്നും പ്രചരിപ്പിക്കുക. മറ്റു മഹാന്മാരുടെ മഖ്ബറകളെ കുറിച്ചും ഇത്തരം വ്യാജ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുക. അബൂബക്കറും ഉമറും ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നും ഉസ്മാന്റെ ഖബറിനെ കുറിച്ച് യാതൊരു വിവരം ഇല്ലെന്നും പറഞ്ഞു പരത്തുക. ഇങ്ങനെ മുസ്ലിം ലോകം ആദരിച്ച, അനുസ്മരിക്കുന്ന, അവർക്കെന്നും ഊർജം പകരുന്ന പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും സ്വഹാബാക്കളെ പോലും ചരിത്രപരമായി നശിപ്പിച്ചാലേ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് വഹാബികൾക്ക്, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന് ഹംഫർ പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ മുഴുവൻ പദ്ധതികളും വഹാബി പ്രസ്ഥാനത്തിലൂടെ പിൽക്കാലത്ത് പുലർന്നു കാണുന്നത് നമുക്ക് ഈ ചരിത്രത്തെ കൂടുതൽ ദൃഢീകരിക്കാനുള്ള ഒരു ഉപോത്ബലകമായി മാറുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ആദ്യമായി പാരമ്പര്യമായി മുസ്ലിമീങ്ങൾ ജീവിച്ചു വരുന്ന മുഅ്മിനീങ്ങളെ മുഴുവനും ബസറയിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ മുശ്രിക്കായി പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ പുസ്തകം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ നിന്ന് പുറത്തിറങ്ങിയതാ. ഇദ്ദേഹത്തെ പറ്റി, ഇബ്നു വഹാബിനെ പറ്റി അവർ തന്നെ ഇവിടെ വിശദീകരിക്കുന്നത് കാണുക. മുസ്ലിം സമുദായത്തിന് ഏർപ്പെട്ട അധപ്പതനത്തിന്റെ ഏക കാരണം തൗഹീദിന് അപകടം പറ്റിയതാണെന്ന് ശൈഖ് മനസ്സിലാക്കുന്നു. ആര്? വഹാബ്, ഇബ്നു വഹാബ്. തന്റെ മുമ്പിൽ കണ്ട എല്ലാത്തരം ശിർക്കിനെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തു. നബിയുടെ ഖബറിൽ സഹായപ്പന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂൽ മന്ത്രിച്ചൂടുന്നതും ഉറുക്ക് കെട്ടുന്നതും മഹാന്മാരുടെ മഖ്ബറകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നതും തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. മഖ്ബറകൾ പൊളിച്ചു നീക്കുകയും വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇത് ഹംഫർ നിർദ്ദേശിച്ചു കൊടുത്തത് എന്തിനാണ്? നമ്മളറിയുക, ഏതൊരു പ്രസ്ഥാനവും, അത് മതമാവട്ടെ രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, അതിന്റെ ഉയർച്ചയും വളർച്ചയും നിലനിൽപ്പും എന്തിനാണ് നിലകൊള്ളുന്നത്? ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോടുള്ള ആദരവും ബഹുമാനവും. അവിടെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ്. മനഃശാസ്ത്രപരമായ ഒരു യുദ്ധത്തിനാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യർ ഇവിടെ തുടക്കമിട്ടത്.
മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന, അനുസ്മരിക്കുന്ന, അവരേറ്റവും അധികം ബഹുമാനിക്കുന്ന സർവ്വ നേതാക്കളെയും ഇവിടെ അപമാനിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമെന്നവർക്കറിയാം.